ഗൈസ് ഇന്നൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേ ആണ് കേട്ടോ. കാരണം ഇന്ത്യയിലെ കടലിൽ നിന്നും ഒരു മീനെങ്കിലും പിടിക്കണമെന്ന ആഗ്രഹമായിട്ട് നമ്മുടെ കൂടെ ഇന്ന് ഫിഷിങ്ങിന് വരാൻ പോകുന്നത് അലക്സാണ്ടർ മല്ലയുമാണ്. നമ്മുടെ അലക്സാണ്ടർ ആണെങ്കിൽ അവരുടെ നാട്ടിലെ ഒരു ഫിഷിംഗ് കില്ലാടിയാണ് കേട്ടോ. കടലിൽ കുറച്ചൊന്ന് ഉള്ളിലേക്ക് ചെന്നിട്ട് നമ്മൾ 2 ടൈപ്പ് ലൂറുകൾ പുള്ളിയുടെ കയ്യിലേക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ പ്ലാനിങ് എന്നത് ട്രോളിംഗ് ചെയ്ത് മീനിനെ പിടിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ ട്രോളിംഗ് ചെയ്ത് ചെറിയൊരു ഡിസ്റ്റൻസ് കവർ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് അടി പൊട്ടിയിരിക്കുകയാണ്. അടിച്ചിരിക്കുന്ന മീനാണെങ്കിൽ ഒരു നല്ല സൈസുള്ള വല്ലാഞ്ചിയും. വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഈ ഒരു മീനിന്റെ പ്രത്യേകത എന്നത് സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാലുള്ള ഇവന്റെ ഫൈറ്റും ചാട്ടവും തന്നെയാണ്. നീണ്ട ചുണ്ടും അത് നിറച്ച് പല്ലുകളുമുള്ള ഇവന്റെ ഇംഗ്ലീഷ് പേര് നീഡിൽ ഫിഷ് എന്നതാണ്. എന്തായാലും ഇവന്റെ ഫൈറ്റ് കാണാൻ അതൊരു കല തന്നെയാണ് കേട്ടോ. Yes! Yes! We got one! We got one! Yes! What a big fish! What a big fish! മീനിനെ വെള്ളത്തിൽ കയറ്റിവിടാൻ തലയ്ക്ക് നൈസ് 2 തട്ടും കൊടുത്ത് നമ്മുടെ കുട്ടുവാശൻ ഇവനെ നോക്കൌട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇവിടെ അങ്ങോട്ട് കുറച്ചു നേരത്തേക്ക് ഫോട്ടോ സെഷനും ബഹളം വരുന്നു കേട്ടോ. സത്യത്തിൽ നമ്മുടെ അലക്സാണ്ടർ ഫാമിലി ഇന്ത്യയിൽ നിന്നുള്ള ഫസ്റ്റ് മീൻ പിടിച്ചതിന്റെ ത്രില്ലിലാണ്. സമയം കഴിയും തോറും വെയിലിന്റെ ചൂട് നല്ല രീതിക്ക് കൂടുന്നുണ്ട്. പക്ഷേ ബോട്ടിലുള്ള നമുക്കാണെങ്കിൽ ഇതൊന്നും സത്യത്തിൽ ബാധിക്കുന്നില്ല കേട്ടോ. കാരണം ഇന്നത്തെ ദിവസം നമ്മൾ ട്രോളിംഗ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല സ്ട്രൈക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല ഇടയ്ക്കിടയ്ക്കായി അടിച്ചു കിട്ടുന്ന വറ്റ മീനുകൾക്കൊക്കെ അത്യാവശ്യം സൈസും കാണാനുണ്ട്. സത്യത്തിൽ ഈ പിടിയുടെയും വലിയുടെയും ഒക്കെ ബഹളത്തിനിടയിൽ ഈ ചൂടൊക്കെ ആരും ശ്രദ്ധിക്കാനല്ലേ. എന്തായാലും ഫിഷിംഗ് എല്ലാം കഴിഞ്ഞ് കുറച്ചു നേരത്തേക്ക് നമുക്കിനി ചില്ലടിക്കാനുള്ള ടൈമാണ്. അങ്ങനെ ഒരു കുളിയൊക്കെ പാസ്സാക്കി തിരിച്ചു കയറി നമ്മൾ കരയിലേക്ക് വെച്ച് പിടിച്ചിരിക്കുകയാണ്. അലക്സാണ്ടർ പറയുന്നതനുസരിച്ച് ഇന്നത്തെ ഈ ഒരു ട്രിപ്പ് പുള്ളിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല കേട്ടോ. എന്തായാലും ഫിഷിംഗ് ട്രിപ്പിന് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് വരാവുന്നതാണ്.